പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും ഓർമ്മ ദിനമാണ്. ഇന്നലെ നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. മരിച്ചവരെ ഓർക്കാനായിട്ട് ഒരു ദിവസം, പ്രത്യേകിച്ച് നവംബർ മാസം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ നവംബർ 2-ാം തീയതി. ചെറുപ്പം മുതലേ എൻ്റെ വ്യക്തിപരമായ ഓർമ്മ ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എന്നും പള്ളിയിൽ പോയിരുന്നു. പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അൾത്താര ശുശ്രൂഷകളോട് ചേർന്ന് പള്ളിയെല്ലാം അടച്ചതിന് ശേഷം വികാരിച്ചിനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് സെമിത്തേരിയിൽ പോയി മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്നല്ല, ഒന്നിലേറെ ഒരുപാട് ഒപ്പീസ് എന്നും ചെല്ലുമായിരുന്നു. എനിക്കത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മരിച്ചവരെ പ്രത്യേകം ഓർക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നത് കാരണം എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി എന്നോട് പറയുമായിരുന്നു, മരിച്ചവരെ ഒരിക്കലും മറക്കരുത് മകനെ. അപ്പോൾ ഈ മരിച്ചവരെ ഓർത്ത് അന്ന് തുടങ്ങിയ എൻ്റെ പ്രാർത്ഥന, പിന്നീട് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി സെമിനാരിയിൽ ചേർന്ന് സമർപ്പിത പൗരോഹിത്യ പരിശീലനത്തിൽ ചേർന്ന കാലത്തും ഈ മരിച്ചവരെ എന്നും ഓർത്തിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ഓർക്കുകയാണ്, 2011 മുതൽ ഈ സമയം വരെ മിക്കവാറും എല്ലാ മാസവും, ഏതാനും മാസങ്ങൾ മാത്രം ഒഴിച്ചാൽ ബാക്കി എല്ലാ മാസവും മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗ്രിഗോറിയൻ കുർബാന. നമുക്കറിയാം, ഗ്രിഗോറിയൻ കുർബാന ഗ്രിഗോറി മാർപ്പാപ്പയ്ക്ക് ലഭിച്ച ഒരു ദർശനത്തിൽ നിന്നും മരിച്ചുപോയ ഒരു ആത്മാവിന് വേണ്ടി, അതും ഇനിയും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഒരാത്മാവിന് വേണ്ടിയിട്ട് അടുപ്പിച്ച് 30 ദിവസം അർപ്പിക്കുന്ന ബലിയാണ്. വളരെയേറെ ഈ ബലി അർപ്പിക്കുന്നതിലൂടെ ആത്മാക്കൾക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ട് തിരിച്ചറിയാൻ അതിലൂടെ എനിക്ക് സാധിച്ചു. ചില ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാ മാസവും ഈ ബലി അർപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ മിക്കവാറും എന്നും തന്നെ ഈ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പൗരോഹിത്യ ദൈവവിളി എനിക്ക് ലഭിക്കാനും ഈ ദൈവവിളിയിൽ വളരാനും പൗരോഹിത്യം സ്വീകരിക്കാനും അതിനുശേഷവും ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മരിച്ചവരെ ഞാൻ മറന്നില്ല എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവര് ചിലപ്പോഴൊക്കെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാൻ ഞാൻ പരിശ്രമിച്ചിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യവുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനിത് നിങ്ങളോട് പറയാനുണ്ടായ കാരണം, ഈ നവംബർ മാസം ദൈവം നമുക്ക് പ്രത്യേകമായിട്ട് അനുവദിച്ചു തന്നേക്കണ സമയമാണ്. മരണം മൂലം നമ്മളിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ മരിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. സഹോദരൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇനിയും കുടുംബത്തില് ഒരുപാട് പേര്, എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരെ ഒരിക്കലും മറക്കാൻ നമുക്ക് സാധിക്കും. കാരണം അവരുടെ സ്നേഹപരിചരണങ്ങള്, നമുക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ അധ്വാനം, അവരുടെ പകർന്നു തന്ന വിശ്വാസം, അവര് നമുക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്നതുപോലെ തന്നെ ഇന്ന് ഞാൻ ആയിരിക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം ഇവരെ നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ, അവരുടെ അധ്വാനം, അവരുടെ വിയർപ്പ്, അവരുടെ സ്നേഹപരിചരണങ്ങൾ, ഇതൊക്കെ നമ്മെ ഇന്ന് നാം ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും നമ്മൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 12-ാം അധ്യായം, അതുപോലെ 12-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശുദ്ധവും നല്ലതുമായ കാര്യമായിട്ട് അവർ കണ്ടു എന്ന്.
വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 116 സങ്കീർത്തന ഇപ്രകാരം വായിക്കുന്നുണ്ട്, തൻ്റെ ഭക്തരുടെ മരണം കർത്താവിന് പ്രിയപ്പെട്ടവരാണ്, അമൂല്യമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും പ്രതീക്ഷിച്ച് സ്വർഗത്തിൽ അവിടെ നിന്നായിരിക്കും. ആ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തില് നമുക്ക് പോരായ്മകളും കുറവുകളും ഒക്കെ സംഭവിക്കും. നമ്മൾ പാപത്തിൽ വീഴുമ്പോൾ ഈ പാപത്തിന്റെ കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ കടങ്ങൾ വീട്ടപ്പെടണം. എങ്കിലാണ് നമുക്ക് സുഗമമായി ദൈവപിതാവിന്റെ ഭവനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക. നമ്മുടെ ബലികളും കാഴ്ചകളുമാണ് ഇതിന് നമ്മളെ ഒരുപാട് സഹായിക്കുന്നത്. നമുക്കറിയാം, പാപത്തിലൂടെ നമ്മുടെ മേൽ വന്നു ചേരുന്ന പിശാചിന്റെ ആധിപത്യം, അതുവഴി നമ്മുടെ മേൽ വലിയ ഒരു കടം വന്നു ചേരുകയാണ്. ഇതെടുത്തു മാറ്റാൻ സാധിക്കുന്നത് കർത്താവീശോയുടെ കുരിശിലെ മരണത്തിന് മാത്രമാണ്. ഇന്ന് സകല മരിച്ചവരെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, നമ്മൾ വളരെ രുചികരമായ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള, നമുക്ക് പരിചയമുണ്ടുള്ളവര്, ഇവരൊക്കെ ഒരു നിമിഷം എന്നോട് ചോദിക്കുന്നതായിട്ട്, എന്തേ എന്നെ ഓർക്കുന്നില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭക്ഷണം പ്രദാനം ചെയ്തു. മരണമൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയും ബലികളും ത്യാഗപ്രവർത്തികളുമാണ്. അവരെ ഒരിക്കലും മറന്നുകൂടാ. അതുകൊണ്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കാറുണ്ട് മരിച്ചവർക്ക് വേണ്ടി. ദൈവസന്നിധിയില് അവര് കർത്താവിന്റെ പക്കലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി അവർ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ പൗരോഹിത്യ ദൈവവിളിയും തുടർന്ന് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതവും ഇന്നും ഞാൻ ദൈവസന്നിധിയിൽ ബലമുള്ളവനായിട്ട് നിൽക്കുന്നത് ഒരു വലിയ പരിധി വരെ ഈ ആത്മാക്കളുടെ മാധ്യസ്ഥമാണ്. നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി, തിരുസഭ എന്ന് പറയുന്നത് വിജയസഭയുടെയും സഹന സഭയുടെയും അതുപോലെ തന്നെ സഭയുടെയും കൂട്ടായ്മയായി. നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുമ്പോൾ ദൈവം അതെല്ലാം ഏറ്റെടുത്ത് കർത്താവ് അത് വിലയായി കണ്ട് ഈ ആത്മാക്കൾക്ക് മോചനം തരും. പ്രിയമുള്ളവരെ, നമ്മളും ഒരു ദിവസം ഈ ലോകത്തിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്ര തിരിക്കേണ്ടവരാണ്. ഓർക്കുക, നമ്മൾ അർപ്പിച്ച ബലികളാണ് നമുക്ക് എന്നും കൂട്ടായിട്ടുള്ളത്. മറ്റുള്ളവർ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന ബലിയേക്കാൾ നമ്മൾ പങ്കുചേർന്ന് ബോധ്യത്തോടുകൂടെ, തീഷ്ണതയോടുകൂടെ, അതുപോലെ വിശ്വാസത്തോടുകൂടെ അർപ്പിക്കുന്ന ഓരോ ബലിയും നമ്മുടെ വിശുദ്ധീകരണത്തിന് കാരണമാകും. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമുക്കത് ബലമാണ്. ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് നന്ദി പറയാം. അതോടൊപ്പം ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. അവര് നിത്യവും നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ഞങ്ങളെ മറന്നുപോകും. നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചേ മതിയാകും. സ്വർഗത്തിലേക്ക് പോയ ആത്മാക്കൾ തീർച്ചയായിട്ടും ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം അവർ വലിയ ഐക്യത്തിലാണ്. മരണം കൊണ്ട് ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല, വേർപിരിഞ്ഞു പോകുന്നില്ല, മറിച്ച് ഒരു ബന്ധത്തിലേക്കാണ് കടന്നു വരുന്നത്. പ്രാർത്ഥനയിലൂടെ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ പഠനമാണ് നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈ ശുദ്ധീകരണാത്മാക്കളെ ഓർക്കാം. ഒരു നവംബർ 2-ാം തീയതി മാത്രമല്ല, അല്ലെങ്കിൽ നവംബർ മാസത്തിൽ മാത്രമല്ല, എന്നും നമ്മൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ കടങ്ങളൊക്കെ മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അവരെടുക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കും. ഈ ലോകത്തിൽ സമരം ചെയ്യുന്നവരായി നമ്മൾ തിന്മയെ ചെറുത്തു നിൽക്കാനുള്ള വലിയ ശക്തി, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ആത്മീയ മേഖലയിലെ അപകടങ്ങളെ തരണം ചെയ്യാൻ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കാനൊക്കെ വലിയ സംരക്ഷണം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ വാങ്ങിത്തരും. പ്രിയമുള്ളവരെ, ഈ ദിവസം പ്രത്യേകിച്ചും ഈ നവംബർ 2-ാം തീയതി എല്ലാ മരിച്ചവരെയും നമുക്ക് ഓർക്കുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ളവര്, ആരും ഓർക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾ, പല രീതിയിൽ മരണപ്പെട്ടു പോയിട്ടുള്ളവരുണ്ട്. സാധാരണ മരണത്തിലൂടെ,
അതുപോലെ ഈ ആത്മഹത്യയിലൂടെ, ഒരുക്കമില്ലാത്ത മരണത്തിലൂടെ, അപകട മരണത്തിലൂടെ, അകാല മരണത്തിലൂടെ, പ്രത്യേകിച്ചും പ്രസാദ അവസ്ഥയിലല്ലാതെ മരിച്ചു പോയിട്ടുള്ളവർ, അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അവര് ദൈവത്തിന്റെ ആ വലിയ കൃപയിൽ ആശ്രയിച്ച് സ്വർഗത്തിന്റെ സന്തോഷത്തിലേക്ക്, പ്രകാശത്തിലേക്ക് കടന്നു പോകാൻ, ദൈവത്തെ നിത്യമായിട്ട് ആരാധിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിശുദ്ധ ജത്രൂദ് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ജത്രൂദിനോട് ലഭിച്ചൊരു പ്രാർത്ഥനയുണ്ട്. നിത്യപിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടി, ലോകം മുഴുവനുമുള്ള തിരുസഭയിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഈ ബലിയുടെ ശക്തിയിൽ ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, അവരുടെ പാപകടങ്ങൾ മോചിക്കപ്പെടട്ടെ, അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടട്ടെ, നിത്യതയിൽ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ അവർക്കിടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ